മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. എല്ലാത്തിനും കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണ് പോലും, അല്ലെങ്കിൽ പ്രിയങ്ക. രാഹുൽ ഗാന്ധിയുടെ മേലിൽ എല്ലാ കുറ്റങ്ങളും അങ്ങ് അടിച്ചേൽപ്പിച്ച് ഞങ്ങൾ കൊടുത്ത വാർത്തകളെയൊക്കെ ഞങ്ങൾ തെറ്റായി കാണുന്നു എന്ന് പറയുന്ന ചില മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളൊക്കെ രാഹുൽ തരംഗമെന്ന് തലക്കെട്ടോടുകൂടി വാർത്ത നൽകിയവരാണ്. അവരൊക്കെ ഇന്ന് മോദിയുടെയും അമിത്ഷായുടെയും വിജയത്തിന് മുന്നിൽ അടിപതറി നിൽക്കുമ്പോൾ രാഹുലിനെ അങ്ങ് വലിച്ചിഴക്കുകയാണ്. പ്രിയങ്കയാണ് പോലും യുപിയിൽ കോൺഗ്രസ് തോൽക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം. പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രവർത്തനങ്ങളാണ് പോലും പരാജയത്തിന് കാരണം. എന്താണ് രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയഭൂമിയിൽ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ചെയ്തിട്ടുള്ളത്? എന്ത് തെറ്റാണ് രാഹുൽ ഗാന്ധി പൊതുജനങ്ങളോട് ചെയ്തിട്ടുള്ളത്? വർഗീയതയും കർഷക ആത്മഹത്യകളും സാമ്പത്തിക തകർച്ചയും കള്ളവോട്ടുകളും രാജ്യത്ത് വലിയ രീതിയിൽ കടന്നു വന്നപ്പോൾ അതിനെയൊക്കെ എതിർത്ത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പോരാടിയതാണോ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ള തെറ്റ്? അല്ലെങ്കിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാരതത്തെ സ്വപ്നം കണ്ട് പൊതുജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചതാണോ രാഹുൽ ഗാന്ധി ചെയ്ത തെറ്റ്? പ്രിയങ്ക ഉത്തർപ്രദേശിന്റെ മണ്ണിൽ മതേതരത്വം വിളിച്ചോതി പ്രചരണം നടത്തിയ ഒരാളാണ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തോളോട് തോള് ചേർത്ത് വർഗീയത വാഴുന്ന യുപിയിൽ കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗമാവട്ടെ, വർഗീയ കേസുകളിലെ പ്രതികൾ, തീവ്രവാദ കുറ്റം ആരോപിച്ച് ജയിലിൽ കഴിഞ്ഞ പ്രതികളെ മുന്നിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജനങ്ങളോട് വിധി തേടിയവർ, വർഗീയത കുത്തകയാക്കി മാറ്റിയവർ, കർഷകരുടെ ആത്മഹത്യകളിൽ ഏറ്റുപറഞ്ഞ് സന്തോഷം പിടിച്ചവർ, ഇവരെയൊക്കെയാണ് പൊതുജനം ജയിപ്പിച്ച് വിട്ടതെന്നാണ് പലരുടെയും വാദം. അതിന്റെ കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്ന ചില മാധ്യമങ്ങൾ. അവരോടൊറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. EVM മിഷനുകൾക്ക് മുന്നിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അടങ്ങുന്ന കോൺഗ്രസും UPAയും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളും തകർന്നു പോയത്. EVM മിഷനുകളുടെ അട്ടിമറി രേഖപ്പെടുത്തുന്ന തെളിവുകളടക്കം നമുക്ക് മുന്നിൽ കടന്നു വന്നതാണ്. പരസ്യമായി EVMകൾ, വോട്ടിംഗ് മിഷനുകൾ കയറ്റിക്കൊണ്ടുപോകുന്ന അതീവ ഗുരുതരമായിട്ടുള്ള കാഴ്ച. യുപിയിൽ 500 രൂപ നൽകി വോട്ടർമാരെ സ്വാധീനിച്ച് പേടിപ്പിച്ച് പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ട് ചോദിച്ചു വാങ്ങുന്ന, ഇരന്ന് വാങ്ങുന്ന BJPയുടെ ഗുണ്ടകൾ. ആ ഗുണ്ടകൾക്ക് മുന്നിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തോറ്റുപോയിട്ടുള്ളത്. അല്ലാതെ സത്യത്തിന് മുന്നിലല്ല, ധർമ്മത്തിന് മുന്നിലല്ല. സത്യവും ധർമ്മവും മുന്നിലോട്ട് വെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയതാണോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചെയ്ത തെറ്റുകൾ? അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ നിശ്ചയിക്കുക, പണക്കൊഴുപ്പിന് മുന്നിൽ, പണക്കെട്ടിന് മുന്നിൽ നിങ്ങളടങ്ങുന്ന ചില മാധ്യമങ്ങൾ വീണുപോയിരിക്കാം. പക്ഷേ അതിനു മുന്നിലൊന്നും തലകുനിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ വക്താക്കളല്ല. സത്യത്തെയും ധർമ്മത്തെയും പിടിച്ച് അവർ മുന്നോട്ട് പോയപ്പോൾ ആ ധർമ്മവും സത്യവും ഈ നാട്ടിൽ യാഥാർത്ഥ്യമാകണം, അല്ലെങ്കിൽ അതൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതായി പോകും എന്ന് വിചാരിച്ച് പേടികൊണ്ട്, ഭയം കൊണ്ട് നാളെയുള്ള രാഷ്ട്രത്തെ നന്മയുടെ പ്രതീകമാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി അവരോടൊപ്പം നിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. നന്മയുടെ ഭരണം വരാൻ വേണ്ടിയിട്ട് മാറി വരട്ടെ, വീണ്ടും ഭരിക്കാൻ NDAക്ക് സാധിക്കട്ടെ. പക്ഷേ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, ധർമ്മത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട്, വർഗീയത എന്ന കുത്തക മാറ്റിവെച്ചുകൊണ്ട്, ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ സ്രോതസ്സുകളെ മാനിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വന്നാൽ NDA ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ EVM മിഷനുകളിൽ, വോട്ടിംഗ് മിഷനുകളിൽ അട്ടിമറി നടത്തിക്കൊണ്ട്, സ്ട്രോങ് റൂമുകളിൽ അട്ടിമറി നടത്തിക്കൊണ്ട്, ഉദ്യോഗസ്ഥ ലോബികൾക്ക് മുന്നിൽ പടപ്പെരുപ്പിന്റെ യഥാർത്ഥ കാഴ്ചകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അധികാരത്തിൽ വന്നവരെ ഞങ്ങൾക്ക് മാനിക്കാൻ തയ്യാറാവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പറയുകയാണ്, രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഈ ജനങ്ങൾക്ക് കുറ്റമുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് മോശമായ രീതിയിൽ ഒരു രീതിയിലും ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. സത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കുറ്റപ്പെടുത്തുന്ന മാധ്യമങ്ങളെ, സത്യം തിരിച്ചറിഞ്ഞിട്ടും കപടതയുടെ മുഖം നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. ഇനിയും തിരഞ്ഞെടുപ്പുകളുണ്ട്. ഇനിയും ഈ ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ കടന്നു വരാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. അന്ന് ചില മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.